അല്ല, അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. വിധി കുറെ കൂടി വിശദമായി നോക്കേണ്ടതുണ്ട്. എന്നാൽ ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോ കേരളത്തിന്റെ കേസിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ പൊതുവെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. നമ്മൾ കേരളത്തിന്റെ കേസിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെക്കുന്നു. അത് ഫെഡറലിസത്തിനും ജനാധിപത്യത്തിനെതിരാണ്. രണ്ട്, അത് സമയബന്ധിതമായിട്ട് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത് ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും അന്തസ്സത്തയ്ക്ക് എതിരാണ് എന്നാണ് നമ്മൾ ഈ കേസുകൾക്കകത്ത് ആവശ്യപ്പെട്ടിരുന്നത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി റഫറൻസിൽ ആ ഭാഗം വളരെ ക്ലിയറാണ്. ഒന്ന്, അസന്റ് എന്നുള്ളത്, അത് വിത്തോൾഡ് എന്നുള്ളത് റിട്ടേണുമായി ബന്ധപ്പെട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ. അത് നാലാമത്തെ ഓപ്ഷനല്ല. നിങ്ങൾക്ക് അനിശ്ചിതമായി തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല. അങ്ങനെ വിത്തോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് സഭയ്ക്ക് തിരിച്ചയക്കണം. ഇതാണ് നേരത്തെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം. ജനാധിപത്യത്തിൽ ഗവർണർക്ക് അതിനകത്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ സഹിതം ഇത്തരം കാര്യങ്ങൾ നിയമസഭ വീണ്ടും പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്ക് തിരിച്ചയക്കണം എന്നുള്ളതാണ്. അത് ചെയ്യുന്നില്ല എന്നതാണ് നമ്മൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കേസിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതിൽ ഈ റഫറൻസിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വായിക്കുകയായിരുന്നു, അതിൽ സുപ്രീം കോടതി ആ ഭാഗം അംഗീകരിച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. വിത്തൽഡ് എന്നുള്ളത് ഒറ്റയ്ക്ക് നാലാമത്തെ ഓപ്ഷൻ അല്ല. വിത്തൽഡ് എന്നുള്ളത് തിരിച്ച് റിട്ടേൺ ഒന്നിച്ചാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ ബില്ലുകളെല്ലാം നിയമസഭയ്ക്ക് തിരിച്ചയക്കണം, അല്ലാതെ അനിശ്ചിതമായി തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. രണ്ട്, നമ്മൾ പറഞ്ഞത് ഈ ഒരു സമയമില്ലാതെ അനിശ്ചിതമായി തടഞ്ഞു വയ്ക്കുന്നു. അവർ തമിഴ്നാട് കേസിൽ ഫ്ളാറ്റായിട്ടൊരു സമയപരിധിയാണ് സുപ്രീം കോടതി നിശ്ചയിച്ചിരുന്നത്. അത് ഹൈക്കോടതി റഫറൻസിനകത്ത് അത് കോടതിയുടെ ഒരു അധികാരമായിട്ട് കണ്ടിട്ടില്ല എങ്കിൽ പോലും അൺറീസണബിൾ ആയിട്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ ഗവൺമെന്റിന് കോടതിയെ സമീപിക്കാം. ആ സന്ദർഭത്തിൽ റീസണബിൾ ടൈം ഫ്രെയിം വെച്ചിട്ട് ബില്ലിന്റെ മെറിറ്റിനകത്തേക്ക് കിടക്കാതെ തന്നെ തീരുമാനമെടുക്കണമെന്ന് കോടതിക്ക് ഗവർണറോട് നിർദ്ദേശിക്കാം. ഈ ഭാഗവും റഫറൻസിനകത്തുണ്ട്. യഥാർത്ഥത്തിൽ ഇത് രണ്ടുമാണ് കേരളം നമ്മുടെ കേസിൽ ആവശ്യപ്പെട്ടിരുന്നത്. അത് രണ്ടും അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സമയപരിധി പൊതുവെ നിശ്ചയിക്കുക എന്നുള്ളത് ഏറ്റവും ആശയക്കുഴപ്പം ഭരണഘടനയിൽ ഉണ്ടാക്കുന്ന രണ്ട് വാക്കുകളാണ്: വിത്തിൻ എ റീസണബിൾ ടൈം, ആസ് സൂൺ ആസ് മേ ബി. ഈ രണ്ട് പദങ്ങൾ ഇപ്പൊ ഭരിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ ഡിക്ഷണറിയിലുള്ള അർത്ഥമല്ല ഭരിക്കുന്നവർക്കുള്ളത്. ആ സൂൺ ആസ് മേ ബി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വേണ്ട എന്നുള്ളതാണ് അവരുടെ ഡിക്ഷണറിയിൽ അർത്ഥം. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭയ്ക്ക് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായില്ല. ആ സൂൺ ആസ് മേ ബി എലക്ടഡ് ഫ്രം ദ മെമ്പേഴ്സ് എന്നുള്ളതാണ് ഭരണഘടന പറയുന്നത്. അപ്പോൾ അവർ കണ്ടിട്ടുള്ളത് ആ സൂൺ ആസ് മേ ബി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പേ വേണ്ട എന്നുള്ളതാണ്. ഇപ്പൊ രണ്ടാമത്തെ ലോക്സഭ വന്നിട്ട് രണ്ടാമത്തെ വർഷത്തേക്ക്, ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തേക്ക് എടുക്കുകയാണ്. ഇതുവരെ ഡെപ്യൂട്ടി സ്പീക്കർ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ ആ സൂൺ ആസ് മേ ബിയും ആസ് ഏർലി ആസ് പോസിബിളും വേണ്ട എന്ന ഒരു ഡിക്ഷണറിയിലും കാണാത്ത അങ്ങേയറ്റം ഒരു വിരോധാഭാസ അർത്ഥം കാണുന്ന ഭരണ സംവിധാനമാണ് ഉള്ളത് എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു സമയക്രമം നേരത്തെ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടാവുക. എന്നാൽ സുപ്രീം കോടതി ഡീംഡ് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി അവർ വെച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ആവശ്യപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെക്കാൻ കഴിയില്ല. അത് നിയമസഭയ്ക്ക് തിരിച്ചയക്കേണ്ടി വരും. തീരുമാനമെടുക്കുമ്പോൾ നീട്ടിക്കൊണ്ടുപോയാൽ കോടതിയെ സമീപിക്കാം. അങ്ങനെ സമീപിച്ചാൽ കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ, ലിമിറ്റഡ് ജുഡീഷ്യൽ റിവ്യൂവിൽ അത് വരുന്നുണ്ട്. ഗവർണറുടെ നടപടികൾ ജുഡീഷ്യൽ റിവ്യൂവിന്റെ പരിധിയിൽ വരില്ല എന്ന കാഴ്ചപ്പാട് കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ആശ്വാസകരമാണ് ഈ വിധി. ഭരണഘടന 200 പ്രകാരമുള്ള ഗവർണറുടെ തീരുമാനം അത് ജുഡീഷ്യൽ റിവ്യൂവിന് ഇനി കഴിയില്ല എന്ന ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അത് കേരളത്തിന്റെ ഏതെങ്കിലും കേസിൽ ജുഡീഷ്യൽ റിവ്യൂവിന് കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ലിമിറ്റഡ് ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞ് ജുഡീഷ്യൽ റിവ്യൂ പാടില്ല എന്നുള്ളതാണ്. ഞാനിതിൽ വായിച്ചു നോക്കിയതാണ്. ഇപ്പോൾ അതിൽ പറയുന്നത് ലിമിറ്റഡ് ജുഡീഷ്യൽ റിവ്യൂ. അത് കാരണങ്ങളില്ലാതെ അനന്തമായി പോയി കഴിഞ്ഞാൽ കോടതിയെ സമീപിച്ചാൽ ബില്ലിന്റെ മെറിറ്റിനകത്തേക്ക് കിടക്കാതെ തന്നെ റീസണബിൾ ടൈമിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഗവർണറോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. അപ്പോൾ അത്രത്തോളം ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ്. നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഭാഗമാണ്. നേരത്തെ എല്ലാ ബില്ലുകൾക്കും ഒരു സമയക്രമം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി വിധിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നീണ്ടുപോയാൽ കേസ് ടു കേസ് നമുക്ക് കോടതിയെ സമീപിക്കാം. കോടതി അതിനകത്ത് സമയം നിർദ്ദേശിക്കാനുള്ള അധികാരം ഇതോടുകൂടി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ പല ബില്ലുകളും തള്ളപ്പെടുകയും തിരിച്ചയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ കാര്യം അല്ല, അതിപ്പോ സുപ്രീം കോടതി നിൽക്കുകയാണല്ലോ. അത് ഇതുകൂടി വെച്ചിട്ട് നമുക്ക് ഇനി കുറച്ചുകൂടി ഉറപ്പിച്ച് സമയം പറയാം.
മൊത്ത സമയത്തിൽ 6 മാസം എന്നല്ലേ ഇല്ലാതെ വരുള്ളൂ. ഈ സമയങ്ങൾക്കകത്ത് നമുക്ക് സമയം പറയണം എന്ന് ആവശ്യപ്പെടാനായിട്ട് കഴിയും. അതിൽ രാഷ്ട്രപതിയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സബ്ജക്റ്റീവ് ആയിട്ട് തീരുമാനിക്കാമുള്ളതാണ്. അതൊന്നുകൂടി വായിക്കേണ്ടതുണ്ട്. ബൊമ്മ കേസിനകത്ത് സബ്ജക്റ്റീവായിട്ട് എങ്ങനെയാണ് തീരുമാനം എടുക്കുക എന്നുള്ളത് ഞാൻ ഓർമ്മേത പറയുന്നത്. ബൊമ്മ കേസിനകത്ത് നമ്മൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റീവ് എന്നുള്ളത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തോന്നുന്ന മോട്ടിലല്ല, അവര് ചില കണ്ടീഷൻസ് വച്ചിരുന്നു. അപ്പൊ അത് ഇതുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ അതേവിടെ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ വച്ചിട്ടുള്ള കാര്യങ്ങളിൽ അത്രത്തോളം ആശ്വാസകരമായ ഭാഗങ്ങളുണ്ടെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ എനിക്ക് തോന്നുന്നത്. ബില്ലുകളിൽ പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന് പറയുമ്പോഴും സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്ക് പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് റീസണബിൾ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതിക്ക് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട്, ഇതെങ്ങനെയാ പറയുന്നത്, കോർട്ട് കനോട്ട് എൻ്റർ ഇൻ ടു എ മെറിറ്റ് റിവ്യൂ ഓഫ് ദ ഡിസിഷൻ ടേക്കൺ prolonged, unexplained and indefinite, the court can issue a limited mandamus for the governor to discharge his function under Article 200 within a reasonable time period without making any observation on the merits of the exercise of the discretion. എങ്ങനെ ചെയ്യണം എന്ന് പറയാതെ തന്നെ ഉള്ളടക്കത്തിലേക്ക് കിടക്കാതെ ഇതിനകത്തും ഇന്ന് സമയത്തിനകത്ത് തീരുമാനമെടുക്കണമെന്ന് ഗവർണറോട് തീരുമാനിക്കാം. ആ ലിമിറ്റഡ് മാൻഡമസിനുള്ളത് ഈ ഇതിനകത്ത് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ റഫറൻസ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.